കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാമത് വീഡിയോ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ആദ്യം ചോദിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാനാണ് ചോദ്യങ്ങൾക്ക് മിക്കവാറും തുടക്കം കുറിക്കുക. അദ്ദേഹം നമ്മുടെ ബയോഡേറ്റ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മുടെ പേര്, അതുപോലെ തന്നെ സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ചോദിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം, അങ്ങനെ പേഴ്സണലായിട്ട് വരുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും ആദ്യം പറയുക. അപ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ ചോദിക്കാം, വാട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻസ്, നിങ്ങൾക്ക് എന്തെല്ലാം യോഗ്യതകളുണ്ട്. പിന്നെ വൈ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പോസ്റ്റ്, അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾ വരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് താല്പര്യം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഏതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഏതൊക്കെയായിരുന്നു. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഡിഫിക്കൽട്ട് സബ്ജക്ട്സ്. അതുപോലെ നിങ്ങൾ വരുന്ന സ്ഥലത്തെ, നിങ്ങളുടെ സ്ഥലത്തെ ചരിത്ര പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, ആ സ്ഥലത്തിൻ്റെ അനുസരിച്ച്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരം പറയാം. ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ തന്നെ അന്നേരം നമുക്കൊരു തപ്പൽ വരും, നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന മുമ്പായി നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും. അത് ചെറിയൊരു നോട്ട്, ഒരു പേപ്പർ എടുത്ത് ഒരു നോട്ട് തയ്യാറാക്കും. അതിനകത്ത് നിങ്ങളുടെ പേര്, ഏജ്, നേറ്റീവ് പ്ലേസ്, അതുപോലെ ക്വാളിഫിക്കേഷൻസ്, നെയിം ഓഫ് യുവർ ഫാദർ, മദർ, ഫാദേഴ്സ് ഓക്കുപ്പേഷൻ, അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ വിവാഹിതനോ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് തയ്യാറാക്കി ഒന്ന് രണ്ട് വട്ടം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള തുടക്കത്തിൽ അത് നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇത് വളരെ സഹായകരമാണ്. അതുപോലെ ഈ ചെയർമാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മെമ്പേഴ്സിന് ചോദ്യം ചോദിക്കാനുള്ള ഊഴമായിരിക്കും, അവർക്ക് പാസ് ചെയ്യും. അപ്പോൾ അവർ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയായിരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധി ആകുമ്പോൾ അവരാദ്യമായിട്ട് ഈ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള സ്ട്രക്ചർ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഘടന, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആരാണ്, അതുപോലെ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ആരാണ് ഇപ്പോഴത്തെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ ആ ജനറലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് പോകണം. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി പോകണം. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്ന രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്.
അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിൻ്റെ മുകളിലാണ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ തലവന്മാരുണ്ട്. സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ സെക്രട്ടറി, ഇപ്പോഴത്തെ സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ശ്രീമതി മിനി ആൻ്റണി IAS ആണ്. അതിന് താഴെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അത് രജിസ്ട്രാറാണ്. രജിസ്ട്രാറുടെയും താഴെയാണ്, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ കൺട്രോളിലാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇനി രജിസ്ട്രാറുടെ ഓഫീസിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരും 3 ജോയിൻ്റ് രജിസ്ട്രാർമാരുമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ളത്. ഓഡിറ്റിൻ്റെ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ. അപ്പം അഡ്മിനിസ്ട്രേഷൻ, ഓഡിറ്റിങ് രണ്ടായിട്ട് രജിസ്ട്രാറുടെ കൺട്രോളിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ താഴെയായിട്ട് 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ടായിരിക്കും. അഡീഷണൽ രജിസ്ട്രാർ ക്രെഡിറ്റ്, അഡീഷണൽ രജിസ്ട്രാർ ജനറൽ, അഡീഷണൽ രജിസ്ട്രാർ കൺസ്യൂമർ, അഡീഷണൽ രജിസ്ട്രാർ ICDP. അതുപോലെ 3 ജോയിൻ്റ് രജിസ്ട്രാർമാരുണ്ടായിരിക്കും. ജോയിൻ്റ് രജിസ്ട്രാർ M&P, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, ജോയിൻ്റ് രജിസ്ട്രാർ SCST, ജോയിൻ്റ് രജിസ്ട്രാർ വിജിലൻസ്. ഇനി ഇത് കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ 2 ഓഫീസർമാർ ഉണ്ട്, രജിസ്ട്രാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഒരു ലോ ഓഫീസറും ഒരു ഫിനാൻസ് ഓഫീസറും. ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലോ ഓഫീസറും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഫിനാൻസ് ഓഫീസറും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ രജിസ്ട്രാറുടെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്നു. ഇനി ജില്ലാതലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 14 ജില്ലയിലും ഓരോ ജോയിൻ്റ് രജിസ്ട്രാർമാർ ഉണ്ടായിരിക്കും അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ. ഓരോ ജോയിൻ്റ് രജിസ്ട്രാർ ഓഫീസിലും ഒരു DR, ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ, ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാർ പ്ലാനിംഗ്, ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാർ SC ആൻഡ് ST. ഇത്രയും ജോയിൻ്റ് രജിസ്ട്രാറുടെ കീഴിലുണ്ടാകും. പിന്നെ സെക്ഷൻസ് ഉണ്ട്. ഇതിനെല്ലാം തന്നെ രജിസ്ട്രാർ ഓഫീസിലും ജില്ലാതലത്തിൽ JRR ഓഫീസിലും എല്ലാം സെക്ഷനുകളും ജീവനക്കാരും ഉണ്ട്. അത് ഇവിടെ പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. അതുപോലെ തന്നെ താലൂക്ക് തലം, ജില്ല കഴിഞ്ഞാൽ അതിൻ്റെ താഴെ താലൂക്ക് ലെവലിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ എന്നാണ് പറയുക, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ. പിന്നെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ കൺട്രോളിൽ യൂണിറ്റ് ഇൻസ്പെക്ടേഴ്സ്, അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, സ്പെഷ്യൽ ഗ്രേഡ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഇങ്ങനെ അതിൽ തന്നെ പല തസ്തികയിൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അതിലോട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും താഴത്തെ തസ്തികയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റ് വിങ്ങിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ കൺട്രോളിൽ തന്നെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ഒരു അഡീഷണൽ ഡയറക്ടർ. അപ്പോൾ അവിടെ ഡയറക്ടറുടെ കീഴിലാവുകൊണ്ട് എല്ലാം രജിസ്ട്രാർ എന്നല്ല, ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഒരു അഡീഷണൽ ഡയറക്ടറുണ്ട് ഓഡിറ്റിന്, അഡീഷണൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാതലങ്ങളിൽ 14 ജില്ലയിൽ ജോയിൻ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അവിടെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ ഓരോ ജില്ലയിലും അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ആ ഓഫീസിലും ഉണ്ടായിരിക്കും. അതുകൂടാതെ എല്ലാ താലൂക്കിലും ജോയിൻ്റ് ഡയറക്ടറുടെ കൺട്രോളിൽ ഓരോ ജില്ലയിലും ആ ജില്ലയിലുള്ള താലൂക്കുകളിലെല്ലാം അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുണ്ടായിരിക്കും എല്ലാ താലൂക്കുകളിലും. ഇപ്പോൾ ജനറലാണ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരാണ്, ഇവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാരുണ്ടായിരിക്കും. ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ
ഓഫീസർമാരുടെ കൺട്രോളിൽ ഓഡിറ്റേഴ്സ് ഉണ്ടാകും. ഓഡിറ്റേഴ്സ്, ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സമാനമായിട്ട് ഓഡിറ്റ് വിങ്ങാണ് ജൂനിയർ ഓഡിറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ജൂനിയർ ഓഡിറ്റർ, സീനിയർ ഓഡിറ്റർ, അതുപോലെ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇപ്പോഴത്തെ സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാർ ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. പ്രസൻറ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇപ്പോൾ ശ്രീ PB നൂഹ് IAS ആണ്. അതുപോലെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അതും ഇപ്പോൾ രജിസ്ട്രാർ തന്നെയാണ് ചാർജ്. ശ്രീ PB നൂഹ് IAS തന്നെയാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, അല്ലെങ്കിൽ DCA എന്ന് പറയും, ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ RCS എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനിയും സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ സഹകരണ സംഘങ്ങളുടെ ആഡിറ്റ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് മാനുവൽ, പരിഷ്കരിച്ച ഓഡിറ്റ് മാനുവൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട രീതികളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഓഡിറ്റ് മാനുവൽ എന്ന് പറയുക. അത് സർക്കാർ ഓരോ 5 വർഷം കൂടുന്തോറും പരിഷ്കരിച്ച് പുറത്തിറക്കുന്നതാണ് ഓഡിറ്റ് മാനുവൽ. സഹകരണ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതനുസരിച്ച് ഓഡിറ്റ് മാനുവൽ പരിഷ്കരിച്ചു. അത് പുതിയ ഓഡിറ്റ് മാനുവൽ നിലവിൽ വരുന്നത് ശരിക്കും 2021 ഏപ്രിൽ മുതലാണ്. അത് 21-22 വർഷം മുതലാണത് നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഓഡിറ്റുമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് കിടക്കാം. അക്കൗണ്ടൻസി ആദ്യം നോക്കാം. വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്? അപ്പം ഇങ്ങനെ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തോണം. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് പഠിച്ച് പോവുക. അതുപോലെ ഹു ഈസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്? വാട്ട് ഈസ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്? അല്ലെങ്കിൽ വാട്ട് ഈസ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്? വാട്ട് ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ. വാട്ട് ഈസ് ജേണൽ? വാട്ട് ഈസ് മെൻ ബൈ ട്രയൽ ബാലൻസ്? വാട്ട് ഈസ് മെൻ ബൈ ലെഡ്ജർ? വാട്ട് ഈസ് കോൺട്രാ എൻട്രി? വാട്ട് ഈസ് കോമ്പൗണ്ട് എൻട്രി? Journal proper. What is meant by journal proper? What is depreciation? What are the causes of depreciation? Suspense account meaning. What is suspense account? Why it is prepared? How closing stock is valued? What are the financial statements? അതുപോലെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് മെൻ ബൈ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? വാട്ട് ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? വാട്ട് ഈസ് മെൻ ബൈ പ്രൊവിഷൻ അല്ലെങ്കിൽ റിസർവ്? എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ ലോയിൽ നിന്ന്
കോപ്പറേറ്റീവ് ലോയിൽ നിന്ന് ചോദ്യങ്ങൾ ഒരു 4-5 ചോദ്യങ്ങളൊക്കെയാണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. പക്ഷേ നമ്മളതിൽ കുറേ പ്രധാനപ്പെട്ട എല്ലാം തന്നെ പഠിച്ചിട്ട് പോകുന്ന ഏതാ ചോദിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ലോയിൽ നിന്ന് ഇതുപോലെ 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഓഫീസറായിരിക്കും ലോയും ഓഡിറ്റും ഒക്കെ ചോദിക്കുന്നത്. Who is the responsibility to conduct audit in cooperative societies? How the audit fee of cooperative societies is determined? What is the main objective of cooperative audit? What is Gahan? How a society can be liquidated? In which, in what cases the registrar will winding up the society? What is meant by principal state partnership fund അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഇതൊക്കെ ചോദിക്കാം. വാട്ട് ആർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. വാട്ട് ഈസ് DB ഫയൽ? ഹൗ ക്യാൻ എക്സ്പെൽ എ മെമ്പർ ഫ്രം സൊസൈറ്റി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ലോയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ജനറൽ നോളജ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.